കശ്മീരിൽ ഒരു സൈനികന് കൂടി വീരമൃത്യു. ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നു. ഇതോടെ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5 ആയി. PG അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഒരു സൈനികന് കൂടി വീരമൃത്യു. ചികിത്സയിലുള്ള മറ്റു 3 പേരുടെ ആരോഗ്യനില എപ്രകാരമാണ്? ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികൻ കൂടിയാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇതോടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 5 ആയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 സൈനികരിൽ ഇന്ന് പുലർച്ചെ ഒരാൾ 3 മണിയോടെ മരിക്കുകയും ഇന്ന് 5 മണിയോടുകൂടി രണ്ടാമത്തെ സൈനികൻ കൂടി വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത്. ഇതോടെ മരിച്ച സൈനികരുടെ എണ്ണം 5 ആവുകയാണ് ചെയ്തത്. രജോരി മേഖലയിലെ കാനാമണ്ഡിക്ക് സമീപമുള്ള ദേരാത്തി ഗലിയിൽ ഇന്നലെ വൈകിട്ട് 3:45 2 ആർമി ട്രക്കുകൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 3 സൈനികർ തൽക്ഷണം കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട സൈനികരുടെ വിവരങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. രജോരിയിൽ ഇപ്പോഴും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകരർക്കായി മേഖലയിൽ വ്യോമസേനയോടുകൂടി സഹായത്തോടുകൂടി തെരച്ചിൽ നടത്തുകയാണ്. ഈ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലം വനമേഖല ആയതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വ്യാപക തെരച്ചിൽ നടത്തുന്നത്. സംഭവത്തെ തുടർന്ന് ഇപ്പോൾ മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തികളിൽ ഉൾപ്പെടെ വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. മേഖലയിൽ ഭീകരരെ തുരത്താനായി സംയുക്ത തെരച്ചിലിന് പോയ സൈനിക സംഘത്തെയാണ് ഭീകരർ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ചത്. രജോരി ജില്ലയിൽ കഴിഞ്ഞ മാസം ഭീകരമായ ഏറ്റുമുട്ടലിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ 2 പേര് വീരമൃത്യു വരിച്ചിരുന്ന സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഒരു മാസത്തിന്റെ ഇപ്പുറം 5 സൈനികർ കൂടി വീരമൃത്യു ഇപ്പോൾ വരിച്ചിരിക്കുന്നത്. 3 സൈനികർ കൂടി ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇവരുടെ അവസ്ഥ ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യ, ശരി. കശ്മീരിൽ ഒരു സൈനികന് കൂടി വീരമൃത്യു. ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഇതോടെ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5 ആയി. പ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.